നമ്മുടെ ഒരു കിടിലൂസ്കി ബമ്പൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു പുതിയതായിട്ട് ലുലു മോൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയില്ലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഏറ്റവും അവസാനമായിട്ട് ലുലു മോളിൽ പോയത് എനിക്ക് 5 വയസ്സായപ്പോൾ കണ്ട് പിന്നെ നമ്മൾ ഓർത്തു ഇന്ന് അങ്ങോട്ട് പോയേക്കാം. വെക്കേഷനായിട്ട് നമ്മളങ്ങനെ ടൂറൊന്നും പോയില്ല. അപ്പം എല്ലാവരും ഉണ്ട്, ചേട്ടായുണ്ട്, ക്രീപ്സ്, മോമി, ഹായ് ഹായ്, പോപ്പി മോൻ. ഇപ്പൊ നമ്മള് പപ്പക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞു കൊടുക്കുവാണ്. ഗൂഗിൾ അമ്മയാണെങ്കിൽ നമ്മളെ ഒരു കുളത്തിൽ ചാടിപ്പിക്കാൻ വരെ വന്നു. പക്ഷെ നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മൾ വീണില്ല. അതുകൊണ്ട് പിന്നെ ഇവരെല്ലാം കുറെ തെറ്റിച്ചോ. ഇവര് അവിടെ വഴിയൊക്കെ തെറ്റിച്ചു. പക്ഷെ ഫെയർ തെറ്റിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ട് ഞാനാണ് അത് തന്നെ. ഇവിടെ ഫുൾ പഴയ കാറാണ്. ഇതെന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഫുൾ ഓൾഡ് പഴയ ഗൈസ്, നമുക്കൊരു ആകാംക്ഷ ഇതെന്താന്ന്. അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും അത് കാണാൻ പോയി. ഫ്രണ്ടിലോട്ട് വിട്ടപ്പോ സംഭവം ഉണ്ടോ? വേറെ വരണം. എന്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ ഇതിന്റെ നടുക്കായിരിക്കും. മറ്റേ ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ. टाइगर का हुक्म. അംബാസിഡറിന്റെ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4 ഉണ്ടോ? മാർക്ക് 4, മാർക്ക് 5. മാർക്ക് 5ഉം 4ഉം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. കിട്ടുന്നില്ല. അതാ we got it. അങ്ങനെ ഏറ്റവും അവസാനത്തിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ ലുലു മാളിലേക്ക് വന്നത്. കറങ്ങി തിരിഞ്ഞാണ് നമ്മള് പാർക്ക് ചെയ്തതും കറങ്ങി തിരിഞ്ഞാണ്. ഇനി ലുലുമാളിന്റെ അകത്തും നമ്മളെ കറങ്ങി തിരിഞ്ഞാണ് നടക്കാൻ പോകുന്നത്. അമ്മ സാർക്ക് തലമുടി കെട്ടിക്കൊടുക്കുവാണ് ഇവിടെ ഈ നടു സ്ഥലത്ത് വന്നിട്ട്. സാർക്ക് ഇഷ്ടമില്ല തലമുടി കെട്ടുന്നത്. സാർക്ക് ഇങ്ങനെ കുളിക്കുക, തലമുടി കെട്ടുക, ഈ ക്യാമറയുടെ പുറകെ ഇരിക്കുന്ന ആൾക്കാണ്. അല്ല, ഇന്നും കുളിച്ചിട്ടില്ലെന്ന്. പപ്പയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ജോഷുണ്ട്. പറ്റും. പെട്ടെന്ന് പൊക്കോ. മഴ വരുന്നുണ്ട്. മഴ ഇതെന്തിനാന്നറിയാവോ? ഏത് എന്തിനാ? പെട്ടെന്ന് വെടി വെക്കുമ്പോ സൈറൻ മുഴക്കാൻ. അയ്യോ, ഈ ബുദ്ധി അഥവാ കേരളത്തിലെ കൂടുതൽ ആൾക്കാരും ലുലു മാളുകളിലായിരിക്കും പാകിസ്ഥാൻ ആക്രമിക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയൊരു സൈറൻ ചെയ്യുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ചേച്ചിക്ക് നാളത്തെ കഴിഞ്ഞ് എക്സാം ആണ്. എന്നാലും അപ്പൊ എക്സാം ആണ്. എന്നിട്ടും വന്നിരിക്കുന്നത് എവിടെയാണ്? ലുലു മാളിൽ. കൃപിച്ചേച്ചി ചോദിക്കുന്നത് തെറ്റുണ്ടോന്ന്. ക്രീപ്പി ഏതും കൂടാണ്. പൊളി മൂഡ്. നമ്മൾ തൊട്ട് നോക്കാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ തൊട്ട് നോക്കാത്തതും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഫേവറേറ്റും ആയിട്ടുള്ള സാധനമാണ് ബുക്ക്. എനിക്ക് ഇത് ഇഷ്ടമേ അല്ല. പക്ഷെ ഇവർക്ക് ഭ്രാന്താണ് ഗൈസ്. ഈ ഓരോ ബുക്ക് കാണുമ്പോൾ എന്തോ. പക്ഷെ എനിക്കെന്തോ വായിക്കുമ്പോളെ ബോറടിക്കും. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യോ. ഈ പുള്ളിയുടെ ആ ഒരു നിപ്പ് നോക്കിക്കേ, മാസ്. നമ്മളിവിടെ വന്നപ്പോൾ എന്നെ പോലത്തെ ഒരു വ്ളോഗറിനെ കണ്ടു.
ഞാൻ ഇനി കൃപചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുക്കുവാണ്. ആക്ച്വലി എനിക്കിതറിയാം, ഇതെവിടെയാണെന്ന് എനിക്കറിയാം. ഇത് സിമ്പിളുവാ. വിംബി കിഡിൻ്റെ ഫുൾ ലൈക്ക് വിംബി കിഡിന് കുറേ ഈ ബുക്സ് ഉണ്ട്, അത് പോയി കണ്ടുപിടിക്കാൻ. അത് തന്നെ ഞാൻ ഇവിടെ വരെ വന്ന് ക്രീപ്പി, എന്നിട്ട് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കപ്പിൽ സാർക്ക് കപ്പ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് അൽബൈക്കിലത്തെ തന്തൂരി ബർഗർ, ചിക്കൻ തന്തൂരി ബർഗർ ഭയങ്കര ഇഷ്ടം. ഇത് നമ്മളിങ്ങനെ വരുമ്പോഴല്ലേ നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ലല്ലോ ഈ സെയിം രുചിക്ക്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നത്, വേറെ ഇതാണ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്യും, ഈ പാവത്തിന്റെ കൂടെ നമ്മൾ ഇതിലെ പങ്കുപറ്റും. നമുക്കല്ലാതെ നമ്മളിപ്പോ ഇത് പകൽ തൊട്ടേ ഞങ്ങൾ തുടങ്ങിയിടും പഞ്ചായത്തിൽ മൊത്തം പഞ്ചാര ചെടിയെ വിരലാലേ തൊടും നേരം വരിമുള്ളുകളാൽ മുറിവേകരുതേ. ഹേ ഇളമാൻ പിടയെ കളിയാടാൻ വരും നേരം കനിവേകിടനേ കൊതി മാറ്റിടനേ. ഇളമൈ കാതൽ പെൺമനമേ മനമേ തേടൽ കൺമണികൾ ഇവരുടെ കൂടെ കൂടൽ അലുവാച്ചിരിയാൽ കൊഞ്ചൽ കൺമുനയാൽ പലതും ചൊല്ലമ്മ അടിമുടിയിടയണമിന്ന നീ എന്നഴകിയ റാണി ബാബാ സരിഗമ പാടി വഴികളിലായി പിന്നിൽ നാമില്ലേ പലവിധ വ്യാധി ചിറകളിലാത്തി നെഞ്ചിൽ തകിലടി തുള്ളും താളം നീയല്ലേ. കൊള്ളാം. ഫയർ ഗെയിം. നമുക്ക് ഇത്തിരി എവിടെ നമുക്ക് എത്ര ഗൈസ് പറയുമ്പോ പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ല, പക്ഷെ എല്ലാം ഏറ്റവും ക്യൂരിയോസിറ്റിയോട് നോക്കുന്ന പപ്പയാണ്. ഗീസ് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി സിസ്റ്ററിനെ കണ്ടു. ആ സിസ്റ്റർ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നേക്കുന്ന കുറെ കുട്ടി സിസ്റ്റേഴ്സിനെ ലുലു മോളിലേക്ക് ഒരു ട്രിപ്പ് പോലെ കൊണ്ടുവന്നതായിരുന്നു. കൂട്ടുകാരി അമ്മയുടെ ആയിരുന്നെങ്കിലും ആ കുട്ടി സിസ്റ്റേഴ്സിനെ കയ്യിലെടുത്തത് നമ്മുടെ ചേട്ടായി ആയിരുന്നു. സുഹൃത്തുക്കളെ, ഗൈസ് നിങ്ങൾക്കറിയില്ലാത്തൊരു പവർ നമ്മുടെ ചേട്ടായിക്കുണ്ട്, ഒരു മാഗ്നറ്റിക് പവർ. ഗൈസ് അവൻ ഏതൊരാളാണെങ്കിലും പെട്ടെന്ന് അവരായിട്ട് ജെല്ലാവും. ഗേൾസ് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാംഗോ ഐസ്ക്രീം മേടിച്ചു. ഒരു സ്കൂപ്പിൽ തന്നെ അവർ കുറേ ഇടും കേട്ടോ. പിന്നെ അത് ഞാൻ പപ്പക്കും കൊടുത്തു. ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയായിരുന്നു.
യാ അപ്പം അതായിരുന്നു നമ്മുടെ ലുലു മോൾ ഗൈസ്. നമ്മളത് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പൊന്നുമല്ല. പപ്പ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി. യാ ഇപ്പോൾ കൃപ ചേച്ചി അന്ന് ലുലു മോളിൽ പോയോണ്ട് ഇപ്പോൾ കട്ടപ്പെടുത്തു കേട്ടോ. കട്ടപ്പെടുത്തല്ലേ? അല്ല ഗൈസ്, ചുമ്മാ ഫോണിൽ നോക്കി ഇങ്ങനെ വയ്യ, അതിൻ്റെ ഇടയ്ക്ക് റീൽസ് നോക്കുക, അതാണ് അല്ലേ? എന്താണ് പറയാനുള്ളത്? പരീക്ഷയ്ക്ക് തോക്കുവോ? ജയിക്കൂ? A+ കിട്ടും? അപ്പോൾ നമുക്ക് ഔട്ട്രോ ഒരുമിച്ച്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീണ്ടും ഒരു കിടിക്കാച്ചി വീഡിയോയുമായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സേറ കൃപ. ബ്ലൂ. ரோஜா மலர் கூட்டம் பஞ்சாரத்தேன் தோட்டம்